പൂ നല്ല നല്ല ടേസ്റ്റും ഇല്ലേ? നിങ്ങൾ ഒരു അഡ്വഞ്ചറസ് ഒരു സാധനം ചെയ്യാൻ പോകുന്നു ഗൈസ്. എന്താണ് ഇപ്പൊ കാണിച്ചത്? ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 at Chennai. യെസ്, ഡേ 2 at Chennai ഗൈസ്. ഇന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ വെഡിങ്, നമ്മുടെ അല്ല പൂമണിയുടെ വെഡിങ്, പൂമണിയുടെ വെഡിങ്. അപ്പോൾ ടെമ്പിൾ വെഡിങ്, സോ അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ വന്നേക്കുന്ന ഗൈസ്, സാരി. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. ഓൾമോസ്റ്റ് സമയം 7 ആയി. അവിടെ പരിപാടി തുടങ്ങി, അറിയോ? കല്യാണം കഴിഞ്ഞോന്ന് അറിയില്ല. ഇന്നലെ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അതേപോലെ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോകാതിരിക്കാൻ വേണ്ടി നേരത്തെ നിന്നിട്ട്, പക്ഷെ ഇവർക്ക് സാരി ഡ്രാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. സോ അതെല്ലാം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ നിൽക്കുക. എല്ലാം റെഡി ആയി ഓൾമോസ്റ്റ്. സോ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. കാണാം ഇവളുടെ ഫുൾ ഔട്ട്ഫിറ്റ് കാണുന്നു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. സാരി എടുത്ത് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഡാൻസ് കളിക്കല്ലേ സാരി എടുത്ത് മര്യാദയ്ക്ക് ഒരു സ്ലോ മോഷൻ പോലെ നടന്നേ. അവിടുന്ന് നടക്കാൻ ബുദ്ധിമുട്ടാ? ഓ ഓ ലുക്കായിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയൂ ഗൈസ്, ഈ സാരിയിലെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്? സെക്കൻഡ് ടൈം ആണ് സാരി ഇട്ടത്. ഇന്നലെ രാത്രി വീഡിയോ കണ്ടിട്ടുണ്ടാവും, ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ രാത്രി ഞങ്ങൾ ചെന്നൈയിൽ തന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാരി ഒപ്പിച്ച് സാരി വാങ്ങി. ഇന്ന് രാവിലെ കൊണ്ടുവന്ന് സാരി ഉടുക്കാൻ ഡ്രൈപ്പിങ്ങിന് ആളെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഗൈസ്. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ അവിടെ പോയിട്ട് കാണാം. പോലെ പോണ്ടേ? അതെ, കുറച്ച് ഓവറായോ? ഓവറല്ലല്ലോ, വെയിലില്ലല്ലേ? വെയില് കുറവാ, ഇതുവരെ വെയിലില്ല ഗൈസ്. ഇവിടെ കുറെ പട്ടിയുണ്ട്, ഞങ്ങളുണ്ട്, എല്ലാരും ഫോട്ടോഷൂട്ടാണ്. നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് എടുക്കാം ഫോട്ടോ. നമ്മള് ഹോളിന്റെ അവിടെ പോയിട്ട് അമ്പലത്തിലൊക്കെ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റും. വാ, ഇവിടെ നമ്മള് വണ്ടിയിൽ. അതെ, അയ്യോ എക്സൈറ്റഡ് എന്തിനാ? എന്റെ കല്യാണം അല്ലല്ലോ, എന്തിനാ എക്സൈറ്റ് ആവുന്ന പറ. നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തി. കുറച്ച് വളച്ചാണ് അവര് വണ്ടി. അതെ, കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് ഗൈസ്. ഇതൊക്കെ താങ്ങി നടക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അങ്ങനെ തന്നെയാ, ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇവിടെ മറ്റേ റോഡ് അത്ര സുഖമില്ല. അതെ, റോഡ് അത്ര ഒരു സുഖമില്ല, ഭയങ്കര ചെളിയൊക്കെയാണ് ഗൈസ്. സോ നമ്മള് ഇന്നലത്തെ ബെറ്ററാ, പക്ഷെ വലിയ കുറച്ച് വൃത്തി കുറവല്ലേ? റോഡിൽ ഇവളുടെ ഇന്നലേക്കൊന്ന് ഇഷ്ടംപോലെ പട്ടികള്, സ്ട്രീറ്റ് ഡോഗ്സ് ഗൈസ്. ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഡോഗ്സ് ആണ് ഗൈസ്. ഇവളെ ഓടിച്ചേനെ ഒരു പട്ടി. നോക്കി അവിടെ നോക്കി, ഇത്രയും കൊറേ പശു. ഇതാ, ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചളിയല്ലോ, ഇതെന്തത്? വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു വണ്ടി. ഇവിടെ കുറേ പശുവിൻ്റെ വേസ്റ്റ് ഈ അമ്പലത്തിന് ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് ഗൈസ്. റെഡ് ലോക്കോ എനിക്കറിയില്ല. അപ്പോൾ ഈ പശു ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പോയേക്കാം, നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നു ഗൈസ്. അവര് വന്നിട്ടില്ല ഗൈസ്. പൂമണിയുടെ കല്യാണമാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. പൂമണിയുടെ കല്യാണത്തിലെ കാഴ്ചകളാണ്. പൂമണി എന്നാ ചെയ്യണമെന്ന് അറിയാതെ നോയിക്കൊണ്ടിരിക്കുന്ന പൂമണിയെ നിങ്ങൾ കാണുന്നുണ്ടോ? എന്നാ ചെയ്യണമെന്ന് അറിയാതെ പൂമണിയെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്തത് ഇവിടെ? ആരാ? ചേട്ടനെ അനിയനാ? ഗൈസ്, ഇത് അനിരുദ്ധ് കണ്ണൻ, ഇത് അനിരുദ്ധൻ പിള്ളൈ. എന്റെ അടുത്ത് പണ്ട് ഞാൻ കോഴ്സിൽ കയറി വരുമ്പോ അനിരുദ്ധ് സ്ക്വയർ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? ആദ്യം നിങ്ങൾ കയറിയുമ്പോ അനിരുദ്ധ് സ്ക്വയർ. ഇതിടണം. പൂമണിക്ക് ഇടാൻ പോകുന്ന സാധനം. പൂമണി താലി കെട്ടുമ്പോൾ നമ്മൾ ഇതെടുത്ത് പൂമണിയുടെ താലയിൽ എറിയും. മൂത്ത കുമാരിയാണ്.
அஸ்விதா என்கின்ற கன்னிகையை உங்களுக்கு கன்னிகாதானம் செய்து கொடுக்க நாங்கள் மனப்பூர்வமாக சம்மதிக்கின்றோம். நீங்கள் ஏற்றுக்கொள்கிறீர்களா கேட்டீங்க. ஏற்றுக்கொள்கிறீர்களா? താലി പൂമണി കെട്ടാൻ പോകുന്ന താലിയാണ് കഴിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത്. Guys, finally Pumani is going to ഫൈനലി പൂമണിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു തമിഴ്നാട്ടിലെ മുടിന്തത് തമിഴ്നാട്ടിൽ കല്യാണം മുടിന്തത് കാശ്. അത്തയാ ആ ഓക്കെ ഓക്കെ. ഇതാണ് പെണ്ണ വീട്ടിലെ ആൾക്കാരാണ് കാശ്. ഇവരെ മെയിൻ അത്ത ഇവங்க മെയിൻ അത്ത நீங்க சப்ஸ்டிட்யூட். ஓ இவங்க சப்ஸ்டிட்யூட் அவங்க மெயின் அத்த. அவங்க 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 தான் அவங்க அம்மா தாய் மாமா. ஆல் மதர். ഗായ്സ് ഫൈനലി പൂമണിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അത് നടന്നു. അതെ കുറെ വർഷങ്ങളായില്ലേ പൂമണിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കല്യാണം നടത്തി വെച്ചിരിക്കുന്നു ഗായ്സ്. ഞങ്ങളെ പൂമണിയുടെ മാട്രിമോണി സൈറ്റ് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ സപ്പോർട്ട് വേണമെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ വേണമെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തരാം. മാട്രിമോണി സൈറ്റ് 100% ഗ്യാരണ്ടി. വേറെ ചാറ്റ് ഒന്നും ഇല്ല. നീ ആദ്യം നിനക്കൊരെണ്ണം പറയടാ. അടുത്ത പൂമണിയുടെ കല്യാണം കഴിഞ്ഞ അടുത്ത പിള്ളേരുടെ കല്യാണമാണ്. പിള്ളേരുടെ കല്യാണത്തിൽ നമുക്ക് ഇനി അടുത്ത് കാണാം അല്ലേ? ഞങ്ങളുടെ കഴിഞ്ഞ നീ മറന്നോ? അവനാണ് അതിന്റെ ഇടയ്ക്ക് മറന്നേ. അതിന്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്യും ചിലപ്പോ. അതിന്റെ ഇടയ്ക്ക് കെട്ടിയ അടിയാ നിനക്ക്. അതിന്റെ ഇടയ്ക്ക് കെട്ടാൻ പറ്റൂല. ഇനി ഞങ്ങളുടെ അടുത്ത് ക്യാമറ കാണുമ്പോ ഇൻവെർട്ടർ ആവുന്ന ഇൻവെർട്ടർ ഫാമിലി അനിറ്റ്. പൂമണിനെ കുറിച്ച് നല്ല ഒരു മനുഷ്യനാണ്. സന്തോഷിക്കുന്നു. ഞാനും സന്തോഷിക്കുന്നു. ഇത്രേ ഉള്ളോ? വേറെ ഒന്നും പറയാനില്ല. നിങ്ങളൊരു റൂംമേറ്റ് ചെയ്തല്ലേ പോകുന്നത് നിങ്ങളുടെ കൂടെ. സങ്കടമാണോ സന്തോഷമാണോ? രണ്ടുണ്ട്.
സന്തോഷവും റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പോകുന്നുണ്ട്. കാണാൻ പറ്റൂല. പൂമണി സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിനൊരു സങ്കടമുണ്ട് അല്ലേ? ഏത് ഡ്രോണൊക്കെ ആണോ? എല്ലാം കൊണ്ട് ഗൈസ്, പൂമണിൻ്റെ വീഡിയോഗ്രാഫേഴ്സ് പൂമണിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ എന്ത് പറയണം എന്നുള്ള ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ ആദ്യമേ ഡിസ്കസ് ചെയ്ത് പറയാൻ പോകുന്നു ഗൈസ്. അവരാ വീഡിയോ എടുക്കാൻ പോകുന്നു. ഐ ഷോ യു ദ ക്ലിപ്സ് ഹിയർ. വിപ്രോയില് ജോയിൻ ചെയ്തിട്ട് പരിചയപ്പെട്ടാണ്. ഇപ്പൊ കേൾക്കുന്ന പേരും പൂമണി. എന്ത് പരിപാടി ഉണ്ടെങ്കിലും പൂമണി എന്നുള്ള പേരാണ്. ഡാൻസ് എന്ത് പരിപാടി പൂമണിയാണ് വിപ്രോയിലെ ഡാൻസർ, മെയിൻ ഡാൻസർ. വിപ്രോയിലെ എല്ലാ പരിപാടിക്കും പൂമണി ഭയങ്കര ആക്റ്റീവ് അല്ലേ? ഏത് കമ്പനി ചെന്നാലും പൂമണി എന്ന് പറഞ്ഞ ഒരു യൂണിക് നെയിമാണ്. പൂമണി എന്ന് ഒരാളേ ഉള്ളൂ അല്ലേ കൊച്ചിയിൽ? കപ്പിൾ ഡ്രസ് ചെയ്ത് ഉங்க கூட தான் பண்ணுவோம் பூமணி. எனக்கு டான்ஸ் தெரியாதடா. உங்கள மாதிரி எல்லாம் அவ்வளவு பெரிய பெர்ஃபார்மர் இல்ல. தெரிஞ்சோட்டா வாயிலோடு பூமணி உனக்கு இல்ல. நாங்க தான் இப்படி போடணும். ഗൈസ്, നമ്മള് പൂവെടുത്ത് ഇപ്പൊ എറിയാൻ പോകുന്നു ഗൈസ്. റെഡി 1 2 3. ഗൈസ്, ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് 2 രൂപ ഉള്ളൂ. കുറെ വെയിറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ആൾക്കാർ ഇവര് കഴിച്ച് നമുക്ക് ഇനി കയറാൻ തോന്നുന്നു. നമ്മളിവിടെ ഇരുന്ന് കഴിക്കാം. ഫോണിവിടെ കണ്ണാ என் கூடயே தாண்டா இருந்தே ஓடி வந்துட்டேடா சாப்பாடு. பூசணிக்கா. ஓகே கேஸ். இதான் காசி அல்வா. பூசணிக்கா மீன்ஸ் மத்தங்க மத்தன் ഹൽവ സ്പെഷ്യലാ. പുള്ളിയാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത് ഗൈസ്. ഇവിടുത്തെ ഫുഡിന്റെ കെയർ ടേക്കർ ആളാണ്. ഇന്നലെ പോലെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ചട്നി ഉണ്ട്, വൈറ്റ് ചട്നി, കാര ചട്നി, ഉരുളക്കിഴങ്ങ് മസാല. ഇത് പൂരിക്കാ? ദോശയ്ക്ക് എല്ലാത്തിനും. ഹാർട്ട് ഷേപ്പിലെ ഇഡ്ഡലി ഗൈസ്. ഹാർട്ട് ഷേപ്പിലെ ഇഡ്ഡലി പൂമണിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഗൈസ്. ഹാർട്ട് എല്ലാവർക്കും ലവ് ആണ്. ഹാർട്ട് ഷേപ്പ് ഇഡ്ഡലി. കേസിക്കൊക്കെ എവിടത്തേക്കാണ് ഹാർട്ട് ഷേപ്പിൽ ഇഡ്ഡലി ഒരെണ്ണം. ரொம்ப പ്രമാദം. ഇനിയും നമുക്ക് കുറെ ഐറ്റംസ് വരാനുണ്ട് ഗൈസ്. കുഞ്ഞുപൂരി പൊങ്കൽ വേണ്ട. നല്ലതാ. പറ. പൂ നല്ല നല്ല ടേസ്റ്റും ഇല്ലേ ഗൈസ്? നമ്മള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അതെ, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഞങ്ങളൊരു ട്രാവൽ മോഡിലേക്ക് പിന്നെയും തിരിച്ചു വന്നു ഗൈസ്. മാറി കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിലോട്ട് തിരിച്ചു വന്നു. ഇനി ഒരു ട്രാവലിംഗ് മോഡിലായിരിക്കും കുറച്ച് നേരം. ഇനി നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ചെന്നൈയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അതാണ് ഗൈസ്, നമ്മൾ സാധനം ഒക്കെ ഇതാ ഇങ്ങനെ ലഗേജ് ഒക്കെ കയറ്റാൻ തുടങ്ങി. ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ സാധനങ്ങൾ കയറ്റി. എന്താ? അതെ, വെജ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വെജാണ്. പിന്നെ ഇവിടെ വന്നിട്ട് വെജാണ് ഫുൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഫുള്ള് വെജാണ് ഗൈസ്. സോ അത് കഴിച്ച് മടുത്ത്. നമ്മൾ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അതാണ് നമ്മള് ഇവിടുന്ന് ഒരു നല്ലൊരു ബിരിയാണി കഴിച്ചാലോ? ചെന്നൈ സ്റ്റൈൽ തമിഴ്നാട് ബിരിയാണി. അതെ, ഇപ്പൊ പോകുന്ന വഴിക്ക് നല്ലൊരു തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ട് പോവാം.
അത് എവിടെയാന്നൊക്കെ തപ്പി കണ്ടുപിടിക്കാം ഗൈസ്. അതൊക്കെ പതിയെ കാണിക്കാം. ഇവിടെ മാരേജസിനൊക്കെ ഇങ്ങനെയാന്ന് തോന്നുന്നു, വെജ് മാത്രം. പക്ഷെ അതിലില്ലേ വെജ് നോണിന്റെ ടേസ്റ്റ് ഉള്ള വെജ് ഉണ്ടാവും, അതായത് ഗ്രേവി ഉണ്ടാക്കുന്ന ടൈപ്പ് വെജ് ആണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നോൺ വെജിന്റെ ഒരു ഫീൽ അത്ര കിട്ടൂല, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടാവും. മിസ്സിംഗ് ഉണ്ട്, പക്ഷെ വെജിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. ആ വെജ് ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ് വെജ് തന്നെ. പക്ഷെ അതുകൊണ്ട് നമ്മള് ഇതാണ് ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ പോവാന്നാണ് നമ്മുടെ ഇതിന്റെ പ്ലാൻ. സീതപ്പഴത്തിന്റെ മരമാണ്, ചെടിയാണിത്. മരമാണോ ചെടിയാണോ ഇത്? ആ, ഇതിൽ 2-3 സീതപ്പഴം ഉണ്ട്. ഇതാ കണ്ടോ ഗൈസ്, സീതപ്പഴം ഇതാണ്. ഇതിലുണ്ട്. ഇത് പച്ചയാട്ടാ, ഇത് പഴുത്തിട്ടില്ല ഗൈസ്. ഇത് ആ ഇവിടെ ഉണ്ട്, ലെമൺ ഉണ്ടോ അവിടെ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലഗേജൊക്കെ കയറ്റി ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. എനിക്ക് രാവിലെ ഇവർക്ക് കോഫി ഇല്ലെന്ന് പറഞ്ഞോണ്ട് നമുക്ക് രാവിലെ വെഡിങ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ അതിന്റെ കൂടെ കോഫി ഇല്ല, വെള്ളമാണ്, ബോട്ടിൽ വാട്ടർ ആണ് അവർ സെർവ് ചെയ്തോണ്ടിരിക്കുന്നത്. കോഫി ഇല്ല, ശരിയാ. അതും ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ. അതെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, ബിരിയാണി കഴിക്കാൻ വേണ്ടി തപ്പി കണ്ടുപിടിച്ച കടയാണ് ഗൈസ് സുക്കുബായ് ബിരിയാണി. അത് ഇവനാ നമുക്ക് റെക്കമെൻഡ് ചെയ്തത്. സുക്കുബായ് ബിരിയാണിയാണ്. ഫ്ലൈറ്റ് ആണ്, നമ്മൾ റിച്ച് കണ്ടത് ഫ്ലൈറ്റ് ആണ്. സുക്കുബായ് ബിരിയാണി നമുക്ക് കഴിച്ചു നോക്കാം. ഒരു എത്ര പേര്? 9 നമുക്ക് അകത്ത് കഴിച്ചു നോക്കാം ഗൈസ്. ഇതാണ് ഗൈസ് അകത്ത്, റെസ്റ്റോറൻ്റ് അകത്ത് കുറേ സീറ്റ്സ് ഉണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് സുക്കുബായിലെ മെനു, സുക്കുബായ് ബിരിയാണി മെനു. ഇതിൽ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഗൈസ് ഹിസ്റ്ററി ഓഫ് സുക്കുബായ്. സുക്കുബായുടെ ഹിസ്റ്ററി അറിയാവുന്നത് എന്നാ ഞാൻ പറഞ്ഞുതരാം. 1975 സുക്കുബായ് ചെന്നൈ വന്നപ്പോൾ ബിരിയാണി കട ഇല്ലായിരുന്നു. പുട്ട് കുറ്റി വെച്ചിട്ട് ആള് 1975 ആണോ 10 പുട്ട് കുറ്റി വെച്ചിട്ടാണ്. പുള്ളിയാണ് ആദ്യമായിട്ട് ബിരിയാണി ഇവിടെ ചെന്നൈയിൽ കൊണ്ടുവന്നത്. അതെ ശരി, നീ ചൊല്ലു സുക്കുബായോட ഹിസ്റ്ററി சொல்றா. അബ്ദുൽ ഖാദർ ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 50ാമത്തെ വയസ്സിൽ ഇത് പുള്ളിയുടെ 50ാമത്തെ വയസ്സിലാണ് ഈ സുക്കുബായ് ഉണ്ടാക്കിയത്. സുക്കുബായ് ആദ്യം ആളൊരു ചെറിയൊരു ഷോപ്പായിട്ട് തുടങ്ങി. ചുക്ക് കാഫി ഇല്ലേ, അത് ഇത് ചുക്ക് കോഫി ഇല്ല, കാര്യമായിട്ടാ ചുക്ക് കാപ്പി. കബാബ്സ് ആണ് ആദ്യം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബിരിയാണി ഇവര് കൊണ്ടുവന്നത്. അത് ബിരിയാണി കബാബ് ഫസ്റ്റ് ഒരു ടീ സ്റ്റാൾ മരുന്നാണ് തുടങ്ങണം. ഫസ്റ്റ് ഒരു ടീ സ്റ്റാളിലായിരുന്നു വലിയൊരു ബിരിയാണി, ഒരു എന്നാ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയത് സുക്കുബായ്. സുക്കുബായിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടുക പറ്റുന്നുണ്ടെങ്കിൽ. ഇത് ഇവരുടെ മെയിൻ ബ്രാഞ്ച് ആണോ അറിയാം. ഇവർക്ക് നിറയെ ബ്രാഞ്ച് ഫസ്റ്റ് ബ്രാഞ്ച് അവരോട്. அதனால ഇങ്ങനെ കറക്റ്റ് ഫുഡ് കിടക്കും. അപ്പോൾ സുക്കുബായ് നമുക്ക് റെക്കമെൻഡ് പണ്ടത് നമ്മൾ കണ്ണേ. ഇനി നമ്മൾ കഴിച്ചിട്ട് പറയാം ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, നമ്മൾ എന്തായാലും ഓർഡർ ചെയ്യാം ഗൈസ്. ദിസ് ഈസ് ചിക്കൻ പെപ്പർ സൂപ്പ്. കുടിച്ചു നോക്കാം. ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. രസം പോലെ ഉണ്ട്. പക്ഷെ നല്ലതാ, നല്ല ഒരു മുളക് രസമൊക്കെ കുടിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് എനിക്ക് ജലദോഷമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് കഴിച്ചത്. നല്ല പെപ്പർ സൂപ്പ്. എനിക്ക് ഇഷ്ടമില്ല. ജലദോഷം ഉണ്ടെങ്കിൽ സുക്കുബായ് വന്നിട്ട് പെപ്പർ സൂപ്പ് കുടിച്ചാൽ പോകും. ഗൈസ്, നമ്മുടെ മട്ടൻ ബിരിയാണി വന്നു. എടുത്തോ എല്ലാവരും വിശന്നിരിക്കുക, അതുകൊണ്ട് വേഗം കഴിക്കാട്ടാ. നല്ലി അത് ദിസ് ഇസ് നല്ലി. എടുത്തോ, 2-2 ഷെയർ ചെയ്തോ.
ഇതാണ് ഗൈസ് നല്ലി നല്ലി മട്ടൻ നല്ലി ഇതാ ഇതാണ് നല്ലൊരു നല്ലിരവ് നല്ലിരവ് ഇതല്ല ഉള്ളൂ നിനക്ക്. അത് ഇത് ഇത് പേരെന്നടാ പൈനാപ്പിൾ ഇതില്ലടാ ഇത് പേര് കറി ബ്രിഞ്ചൽ കറി നല്ല ആ കുഴപ്പമില്ല ഏത് പീസായാലും ഞാൻ ഏത് നല്ല വിശന്നിരിക്കുന്നുണ്ട് ഇത് ഭയങ്കര സ്പീഡിലാണ് എടുക്കുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ നമുക്ക് കഴിച്ചേക്കാം ആ കഴിച്ചോ എങ്ങനെയുണ്ട് ഇത് എടുത്തില്ലോ മട്ടൻ എടുത്തില്ലോ പീസ് എടുത്തില്ലോ പീസ് വേണ്ടേ ഇത് സാപ്പിട്ടില്ലേ ഗായ്സ് നമ്മള് ഫുഡ് കഴിച്ചിറങ്ങി സുക്കുബായ് ബിരിയാണി ഫുഡ് കഴിച്ചിറങ്ങി ഗായ്സ് നല്ല അടിപൊളി എന്ത് ബിരിയാണി ആയിരുന്നു? അടിപൊളി മട്ടൻ ബിരിയാണി കഴിച്ച്. മട്ടൻ മാത്രല്ല ചിക്കനും കഴിച്ച്. ആ ചിക്കൻ കഴിച്ചു പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്ക് മട്ടൻ ആണ് ഇഷ്ടപ്പെട്ടത് അല്ലേ ഭയങ്കര ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിരുന്നു. യെസ് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് 2 ദിവസം വെജ് കഴിച്ചതിന്റെ എല്ലാ ക്രേവിങ്സും ഉള്ളതുകൊണ്ട് തന്നെ നല്ല വയറ് നിറച്ച് കഴിച്ചു. ഒരു ബിരിയാണി വാങ്ങി പിന്നെ വേറൊരു ചിക്കൻ ബിരിയാണി വാങ്ങി വയറ് ഫുള്ള് നിറഞ്ഞു ഗായ്സ് വയറ് ഫുള്ള് നിറഞ്ഞു. എന്താ പരിപാടി ഇനി? ആ വയറ് നിറഞ്ഞു വീട്ടിൽ പോടാ വീട്ടിലല്ലേ പോവാ. ഇവനാണ് ഗായ്സ് ഇവിടുത്തെ മെയിൻ അനിരുദ്ധ് കണ്ണൻ. ചെന്നൈയിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അനിരുദ്ധ് കണ്ണനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ബാംഗ്ലൂരിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവനെ കോൺടാക്ട്. പക്ഷെ ചെന്നൈയാണ് ഇവന്റെ മെയിൻ. ചെന്നൈയാണ് ഇവന്റെ ഹോം ടൗൺ. 2 ഫ്ലാറ്റ് ഉണ്ട് ചെന്നൈയിൽ, 2 ഫ്ലാറ്റ്സ്. ഇപ്പൊ നീ ബാംഗ്ലൂരിലാണ് അടുത്ത ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നത്. അപ്പൊ കണ്ണ ബായ്ഡാ കണ്ണ ബായ്. അപ്പൊ അടുത്ത തര ചെന്നൈ വരുമ്പോ മീറ്റ് பண்ணுவோம், ബാംഗ്ലൂരിൽ മീറ്റ് பண்ணுவோம், എங்கேயாவது മീറ്റ് பண்ணுவோம். ഓക്കെ പോവല്ലേ? ഇത് എയർപോർട്ടിന്റെ സൈഡിലാണ് ഗൈസ് ഈ കട. അതുകൊണ്ട് ഇവിടെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക അല്ലേ? താഴെ തന്നെ നമുക്ക് നല്ല ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന്. കൊച്ചിയില് യെസ്. അപ്പം നമുക്ക് പോവാം ഗൈസ്. നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. നമ്മളാണ് ഇവിടെ ഒരു ബജ്ജി ഉണ്ടാക്കുന്നത്. എന്നാ ബജ്ജിയാ പറഞ്ഞ? എന്നാ ബജ്ജി ഇപ്പൊ? മുളക് ബജ്ജി എത്ര? 2 ഇവൻ വാങ്ങി ആദ്യം നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പറയാം. പിന്നെ ഇവിടെ നമ്മളെ പിള്ളേർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കുടിക്കുന്നത്? ദിസ് ഇസ് ചായ. അതാരുടെയാണെന്ന് അറിയില്ല. അതാരുടെയാ? ഇത് പക്കോട. ഇതാണ് ഗൈസ് മുട്ട പക്കോട. ചുമ്മാറുന്ന എന്തിനും പറയാലോ. മുട്ട ഇല്ലാത്തൊരു പക്കോട. ഞാനൊരു ചുക്ക് കാപ്പിയാണ് ഗൈസ് വാങ്ങി വയ്ക്കുന്നത്. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് സീനായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചുക്കാപ്പി വാങ്ങി. ചൂട് മുളക് ബജിയാണ് ഗൈസ്. ഇപ്പം ചുട്ടെടുത്ത മുളക് ബജി കഴിക്കടാ. ചൂട് ഓടി പൊള്ളിപ്പോയി പാവം. നിങ്ങളൊരു അഡ്വഞ്ചറസ് ഒരു സാധനം ചെയ്യാൻ പോകുന്നു ഗൈസ്. എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. അത് അവിടെ ഇരിക്കുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലേ, ഇതാ വൈറ്റ് കളർ, നമ്മൾ പറിക്കാൻ പോവാ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. പോവാ. ഇത് ഈ റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് വേണം പോവാൻ. പക്ഷെ അവിടെ ഫുള്ള് ചളിയാ. ക്രോസ് ചെയ്ത് വരുവും വേണം. ബാ ഇത് അടുത്തിട്ട് പോണേ. അതാ പറഞ്ഞ ഇവിടെ ഫുള്ള് ചളിയാ ഗൈസ്. നമ്മുടെ ഇവിടം വരെ എത്തി.
ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. ഇപ്പൊ പറിച്ചിട്ട് തരാം. ഗൈസ് ഇവിടെ കുറച്ചുണ്ട്. ഞാൻ പോയി പറക്കാൻ പോകുന്നു ഗൈസ്. നീ അവിടുന്നോ ഇത് കട്ട് ചെയ്യണോ? അടിയിൽ കട്ട് ചെയ്ത് പോ. ഓ ഇത് കൊണ്ടാ കൈ മുറിയല്ലേ? ഞാൻ കട്ട് ചെയ്ത് തരാം. എന്താ അറിയോ, പണ്ട് മൂവിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാധനം. നമ്മളെ നാട്ടിൽ പുല്ലിൽ ഈ സാധനം ഉണ്ടാവില്ല. ഇതുപോലത്തെ ഈ കാണുന്ന പോലത്തെ നോർമൽ പുല്ലായിരിക്കുവേ. എന്നാൽ ഞാൻ ചേച്ചിയൊക്കെ വിചാരിക്കും ഇതെവിടെ നിന്നാണ് കിട്ടാന്ന്. എന്നിട്ട് നമ്മൾ ശബരിമലയൊക്കെ പോകുമ്പോൾ എങ്ങനെ ലോങ് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് കാണും. പണ്ടെപ്പോഴും ഇതുപോലെ നിർത്തി പറിച്ച ഓർമ്മയുണ്ട്. ഞങ്ങളിപ്പോ അടയാർ ആനന്ദ ഭവൻ A2B സ്വീറ്റ്സിലാണ്. യെസ്, നീയാണോ? ഞങ്ങൾ എന്തിനാ വന്നേന്ന് വെച്ചാൽ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി. നമ്മൾ ചെന്നൈന്ന് വീട്ടിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വാങ്ങിട്ട് പോണ്ടേ? അപ്പൊ ഇവൻ ചോദിച്ചു സബ്സ്ക്രൈബേഴ്സിനൊന്നും വാങ്ങുന്നില്ലേ? സബ്സ്ക്രൈബേഴ്സിന് എന്താ വേണ്ട? സബ്സ്ക്രൈബേഴ്സിനുള്ളത് എനിക്ക് വാങ്ങി തരുന്നതാണ്. നീ സബ്സ്ക്രൈബർ. ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ അല്ലേ? അതെ. ക്ലോസ് ചെയ്തോ? നമ്മൾ വന്നപ്പോ അവര് ക്ലോസ് ചെയ്തോ? അത് നമ്മള് കുറച്ച് വെറൈറ്റി സ്വീറ്റ്സ് എന്തെങ്കിലും വീട്ടിലേക്ക് കിട്ടോ നോക്കാൻ വേണ്ടി വന്നാ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വേണമെങ്കിൽ പറയുക. നെക്സ്റ്റ് എവിടെയും പോകുമ്പോ ഞങ്ങൾ വാങ്ങിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മള് സെലക്ട് ചെയ്യുന്ന രണ്ടുപേർക്ക് നമ്മൾ നെക്സ്റ്റ് അടുത്ത ട്രിപ്പിൽ സ്വീറ്റ് ബോക്സ് അയച്ചു തരും ഗൈസ്. യെസ്. വേണോ അത്? എനിക്കുണ്ട. ഇവിടെ കുറെ ചെറിയ ചെറുതിനെന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോവാ നീ? ഇത് വെറൈറ്റി ആണ്. റുബിക്സ് ക്യൂബിന്റെ വെറൈറ്റി ഒരു സാധനം വുഡില്. ഇതെന്താ ഇത്? ക്യാപ്റ്റൻ അമേരിക്ക. ഞാനൊന്നും ചെയ്തിട്ടോ. എന്തത് കറങ്ങുന്നോ? ഓക്കെ, വിഡ്ജറ്റ് സ്പിന്നർ. നല്ല രസമുണ്ടല്ലോ ഗൈസ്. വിഡ്ജറ്റ് സ്പിന്നർ ക്യാപ്റ്റൻ അമേരിക്കയുടെ. ഇതിനകത്ത് എന്താ കാണുന്നത്? വാട്ട് ഈസ് യുവർ സീയിങ് ഇൻസൈഡ്? ഓ, ദ ഡിസൈൻസ്. Yeah, I have seen before. ഇത് കണ്ടോ? കണ്ണിൽ കറക്കേ ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഡിസൈൻ വരും. We have to rotate. Design was not there, but ഡിസൈൻ കാണുന്നില്ലേ? ഇത് നല്ല സാധനമാണല്ലോ. വെറൈറ്റി സെയിം ഡിസൈൻസാ ഗൈസ്. ഇതാണ് ഡിസൈൻ കാണുന്ന സാധനം. ഇതിന്റെ പേരെന്താ? വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് അപ്രോച്ച്? യു ഡോണ്ട് നോ? നമ്മളിപ്പോൾ സ്വീറ്റ് വാങ്ങാനാണ് വന്നേക്കുന്നത്. സ്വീറ്റ് ഏത് സ്വീറ്റാ വാങ്ങുന്നത്? ഡ്രൈ ഫ്രൂട്ട് ലഡു, ഫാൻസി പേട, മിൽക്ക് ഹൽവ, കാജു കട്ട്ലി. എവിടെയാ കാജു കട്ട്ലി? കാജു കട്ട്ലി ഉണ്ട്. എന്താ നിന്റെ പ്രശ്നം? എന്താ ഇപ്പൊ? എത്ര ദിവസം നിൽക്കുന്നാ? ഓ, സ്വീറ്റ്സിന്റെ എക്സ്പയറി. അതെ. എത്ര 1 വീക്ക് നിൽക്കുവോ? അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ എന്താ വാങ്ങാ? 2 പീസ്. ഏതാ വേണ്ട? വേറെ ഇത് പിന്നെ കീഴെടുക്കരുത്. അഞ്ചൽ കിങ്. അത് മതി നമുക്ക്. അത് ഓക്കെ, അത് പാക്ക്. ഫൈനലി നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്.
സ്വീറ്റ്സ് കൂടുതൽ നമ്മൾ സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല വീട്ടുകാരെ. അതുകൊണ്ട് കുറച്ച് സ്വീറ്റ്സേ വാങ്ങിയിട്ടുള്ളൂ. ഇല്ലേ, ഇത് മമ്മിയുടെ അടുത്ത് പറഞ്ഞ് സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടേ കൊടുക്കുക. അപ്പൊ നീ തന്നെ അല്ലേടാ എന്റെ അടുത്ത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്നിട്ട് നീ തന്നെ വേറെ ഇവിടെ വാങ്ങിച്ചു ഒന്നും വാങ്ങാനില്ല guys. വാങ്ങി കൊടുത്താൽ മമ്മി കഴിക്കും. സ്വീറ്റ്സ് ആണ് സാധാരണ എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നത്. അതല്ലേ നമുക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങാനില്ലല്ലോ. ശരിയാ, ഇവിടെ നിന്ന് പ്രത്യേകിച്ച് വേറെ വാങ്ങാനില്ല. ഇല്ല. അപ്പോൾ നമുക്ക് പോവാം, നമുക്ക് വേഗം പോവാം. അടുത്ത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കണം. ഇതെന്താണെന്നറിയോ അമ്മേ? സോറി, ഇതെന്താണെന്നറിയോ? ദിസ് ഇസ് ചുക്ക് കാപ്പി, ബ്ലാക്ക് ടീ. ഇപ്പം നമ്മൾ ഇന്നത്തെ എന്നല്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നു. ആക്ച്വലി ഇപ്പൊ ഒരു 11 ഒക്കെ ആയിട്ടുണ്ട്. സേലം കയറാൻ പോകുന്നേ ഉള്ളൂ. അതെ, 11:30 ഒക്കെ ആയി. നമ്മൾ സേലം കയറാൻ പോകുന്നുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ ലേറ്റായി. നമ്മൾ കുറേ ഷോപ്പ് തപ്പി നടന്ന് ലാസ്റ്റാണ് നമുക്കൊരു ഷോപ്പ് കിട്ടിയത്. ഒരു നോർമൽ ഷോപ്പ്. ഒരു 2 ദോശ കഴിച്ചു. ഇനി നേരെ നമ്മൾ കൊച്ചിയിലേക്ക് വിടുവാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ചെന്നൈയിലെ ഡയറീസ്. എൻ്റെ സൗണ്ട് എല്ലാം പോയി, എൻ്റെ തൊണ്ടവേന എടുത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചുക്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ കൊച്ചിയിലേക്ക് പോകുന്നു, പോയി റെസ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ചെന്നൈ ഡയറീസ് എല്ലാം എൻഡായി. ചെന്നൈയുടെ പൂമണി വെഡ്ഡിങ് സ്റ്റോറി ഈസ് എൻഡ് ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അത്രേ ഉള്ളൂ. പോലെ എനിക്ക് ഉറക്കം വരും, എനിക്ക് വയ്യ, ഉറക്കം വരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. Till then, ബൈ bye ഗൈസ്. guys.